ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഈ ആഴ്ചത്തെ വീക്ക്ലി വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ പറയുകയാണ്. അപ്പം ഇത് ഒരു റെക്കമെൻഡേഷൻ വീഡിയോ ആയിട്ട് മറിച്ച് നിങ്ങൾ കാണരുത്. മറിച്ച് ഇതൊരു സ്റ്റഡി പർപ്പസ് വീഡിയോ ആണ്. നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ മറിച്ച് സ്റ്റോക്സ് നമ്മളെല്ലാ ആഴ്ചയും അനലൈസ് ചെയ്യാറുണ്ട്. ആൻഡ് അതിൽ സ്ട്രെങ്ത് ഉള്ള കമ്പനികൾ നമ്മൾ പഠിക്കാനും ടെക്നിക്കലി ഉള്ള അതിൻ്റെ സ്ട്രെങ്ത്തുകളെ കുറിച്ച് സംസാരിക്കാനും ശ്രമിക്കാറുണ്ട്. ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് കാണാതെ മറിച്ച് ഇതൊരു സ്റ്റഡി പർപ്പസ് വീഡിയോ ആയിട്ട് മാത്രം കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒന്ന് നോക്കാം. അതിനുശേഷം നമ്മുടെ സ്റ്റോക്സ് ഏതൊക്കെയാണ് നമ്മൾ പ്രാവശ്യം ഫോക്കസ് ചെയ്യുന്ന കമ്പനികൾ ആൻഡ് അതിൻ്റെ ടെക്നിക്കൽ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും മുന്നേ നമുക്ക് സ്ഥിരം പറയുന്ന പോലെ തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ടെലിഗ്രാം ചാനൽ പഴയ ചാനൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ടെക്നിക്കൽ റീസൺസ് കാരണം. ആൻഡ് അതിനുശേഷം നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. മോസ്റ്റ്ലി 100+ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം നിലവിലുണ്ട്. അപ്പം ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ മാക്സിമം ആളുകൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ കമൻറ്റ് ബോക്സിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് നല്ല നല്ല സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസസും നമ്മളെടുക്കുന്ന ട്രേഡുകളുടെ അപ്ഡേറ്റുകളെല്ലാം അതിൽ ഇടാറുണ്ട്. സോ മാക്സിമം കഴിയുന്ന ആളുകളും ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ റീച്ചും ചെയ്യുക. എല്ലാവർക്കും ഞാൻ കഴിയുന്ന പോലെ തന്നെ റിപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ മറക്കാതെ ജോയിൻ ചെയ്ത ശേഷം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ വ്യൂ എന്ന് പറഞ്ഞ ശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോക്സിലേക്ക് പോകാം. ഓക്കെ, നിഫ്റ്റി എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ചാർട്ട് എടുത്ത് നോക്കി അതിൻ്റെ ടോപ്പിൽ നിന്ന് താഴോട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം മോസ്റ്റ്ലി 12% കറക്ഷൻ അതിൻ്റെ ടോപ്പ് റേഞ്ചിൽ നിന്ന് തന്നിട്ടുണ്ട് അല്ലേ. 12% എന്ന് പറയുമ്പോഴത്തേക്കും അറിയാം അത്രയും വലിയൊരു ക്രാഷ് ആണ് കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. കാര്യം സ്റ്റോക്സിൽ മൂവ്മെൻറ്റ് തന്നെ കുറവായിരുന്നു പല സ്റ്റോക്സിലും അല്ലേ. അപ്പോൾ മാർക്കറ്റ് ഇനി ഇടിയാൻ സാധ്യത ഉണ്ടോയെന്നായിരിക്കും പലരുടെയും ചിന്ത. മാക്സിമം ആളുകളും ചിന്തിക്കുന്നത്. അപ്പം നിലവിൽ മാർക്കറ്റ് സ്ട്രെങ്ത്, അതായത് ടെക്നിക്കലി സ്ട്രെങ്ത് കാണിക്കുന്ന വലിയ സൂചനകളൊന്നും നിലവിലില്ലെങ്കിൽ പോലും ഇനിയും ഇടിയാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മോസ്റ്റ്ലി ഒരു 4% കൂടെ ഇടിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടോട്ടലി ഉള്ള ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. 4% ടു ഒരു 6% കൂടെ ഇടിഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ഡിമാൻഡ് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ മനസ്സിൽ വെച്ച് തന്നെ ആയിരിക്കണം നിങ്ങൾ മാർക്കറ്റിൽ സ്വിംഗ് ട്രേഡിംഗ് പൊസിഷൻസ് ആയാലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയാലും ട്രേഡ് ചെയ്യേണ്ടത്. അപ്പം ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്തെടുക്കേണ്ട വളരെയധികം സമയമുണ്ട്. ചിലരിപ്പോൾ അഗ്രസീവായിട്ടൊക്കെ ട്രേഡ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവരോടത്ത് കൂടെ പറയുന്നത് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഇനിയും നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് ഇനിയും ഒരു ക്രാഷ്, അതായത് ഒരു 4% 6% കൂടെ മേ ബി ക്രാഷിനുള്ള പോസിബിലിറ്റി ഞാനിവിടെ കാണുന്നുണ്ട്. മേ ബി ഇവിടെ നിന്ന് റീട്രേസ് ചെയ്താൽ അങ്ങനെയായിരിക്കും. ബട്ട് എപ്പോഴും രണ്ട് കാര്യം, ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ രണ്ട് സൈഡ് നമ്മൾ ചിന്തിക്കണമല്ലോ. അപ്പം 23,114 നിന്നും മേ ബി ഒരു 21,270 എത്തിക്കൂടായിക ഒന്നുമില്ല. കാര്യം മാർക്കറ്റിൻ്റെ ഒരു പ്രോപ്പർ ഡിമാൻഡ് ഏരിയ അവിടെ വരെയുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് റിവേഴ്സൽ കാണണമെന്നുള്ളൊരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ നമുക്കിവിടെ ഞാൻ സ്ട്രെങ്ത്ലി മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ വേണമെന്നാണ് ഞാൻ ചിന്തിക്കണമെങ്കിൽ ഞാൻ ചിന്തിക്കുക ഒരു നല്ല ബ്രേക്ക്, ഒരു നല്ല സ്ട്രക്ചറൽ ബ്രേക്ക് വന്നാൽ മാത്രമേ ഞാൻ എൻ്റെ വ്യൂ മാറ്റി പറയത്തുള്ളൂ. അതായത് നല്ലൊരു മിനിമം ഒരു 25,000 റേഞ്ചെങ്കിലും ബ്രേക്ക് ചെയ്താൽ ഓക്കെ ഞാൻ പറയും ഓക്കെ മാർക്കറ്റ് ഒന്ന് റിവേഴ്സൽ ചെയ്യാനുള്ള ടൈമായി, ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് ആയി എന്ന് ഞാൻ കഴിയും. ഒരു 24,000 to 25,000 ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നവരെ മാർക്കറ്റിൽ ഞാൻ വലിയ പ്രതീക്ഷകളൊന്നും ആയിരിക്കത്തില്ല ട്രേഡ് ചെയ്യുന്നത്. വളരെ കെയർഫുൾ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ വെച്ചായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് ഒന്നെങ്കിൽ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു നല്ല ഡിമാൻഡ് കിട്ടുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ഒരു ഫസ്റ്റ് സൈൻ ഞാൻ കാണുക. ഫസ്റ്റ് ഘട്ടം എന്ന നിലയിൽ 23,000 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഒരു റീടെസ്റ്റ് പോസിബിലിറ്റി തരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ബെയറിഷ് വ്യൂ മാറ്റി ഒരു ബുള്ളിഷ് വ്യൂവിലേക്ക് ഫസ്റ്റ് മാറും. ഞാൻ ശേഷം 25,000 നീക്കുപോക്ക് മാർക്കറ്റ് നടത്തുവാണെങ്കിൽ ഓക്കെ മാർക്കറ്റിൽ ബയേഴ്സ് സ്ട്രെങ്ത് കാണിച്ചു തുടങ്ങി എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, സിംപ്ലി ആ ഒരു കൺസെപ്റ്റോടെ ആയിരിക്കും ഞാൻ കഴിഞ്ഞ അങ്ങേ ആഴ്ച മുന്നോട്ട് പോയത്. ആൻഡ് ഈ ആഴ്ച ആ വ്യൂവിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ശേഷം നമുക്ക് വലിയ വൈബിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ഇപ്രാവശ്യം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്സിനെ കുറിച്ച് നമുക്ക് പറയാം. ആൻഡ് ഇതൊരു റെക്കമെൻഡേഷൻ അല്ലാതെ വീണ്ടും പറയുന്നത് സ്ട്രെങ്ത് ഉള്ള കമ്പനികളിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ NTPC എന്ന് പറഞ്ഞ കമ്പനിയാണ് ആദ്യമായി എടുത്തു വച്ചിരിക്കുന്നത്. NTPC വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 2 മാസമായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ NTPC സ്ട്രക്ചറലി ഒരു സോൺ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് 370 എന്ന് പറഞ്ഞ ഒരു സോൺ ബ്രേക്ക് ചെയ്ത ശേഷമാണ് NTPCക്ക് അത്യാവശ്യം മൂവ്മെന്റ് കിട്ടിയത്. NTPC എന്ന് പറഞ്ഞ കമ്പനി കണ്ടില്ലേ, ഈ ഒരു 370 എന്നുള്ള ഏരിയ ബ്രേക്ക് ചെയ്തപ്പോഴാണ് മാർക്കറ്റ് അപ്സൈഡ് പോയി ഒന്ന് തിരിച്ച് വന്ന് ആൻഡ് വീണ്ടും സ്ട്രെങ്ത് കാണിക്കുന്നത്. ഇപ്പം ഡേ ചാർട്ട് എടുത്ത് ഞാൻ കാണിക്കാം. ഇപ്പം ഡേ ചാർട്ട് എടുത്ത് നോക്കിയാലേ അറിയാം ഒരു ബേസിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ശേഷമാണ് അപ്സൈഡ് പോയത്. അതായത് നല്ലൊരു ബേസാണ് ഇവിടെ ഉള്ളത്. അതായത് ഒരു 2-3 അക്യുമുലേഷൻ ഫേസ് കഴിഞ്ഞാണ് ഈ മാർക്കറ്റ് അപ്സൈഡ് പോകുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ 320 അല്ലെങ്കിൽ 320 റേഞ്ചിൽ കുറച്ച് നേരം അക്യുമുലേഷൻ ഫേസ് കഴിഞ്ഞ് മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു ആൻഡ് വീണ്ടും അടുത്ത ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്നിട്ട് നിൽക്കുന്ന കമ്പനിയാണ് NTPC എന്ന് പറയുന്നത്.
അപ്പോൾ ഞാൻ 2-3 ഡിമാൻഡ് ഏരിയാസൊക്കെ ഇതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ അവസ്ഥകളിൽ ഞാൻ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്, മാർക്കറ്റ് ഒരു ഷുവർ ഷോർട്ടായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്, ഞാൻ ഡിമാൻഡ് ഏരിയകൾ മാർക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ച ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഒന്ന് 350 ആൻഡ് 320. ഇപ്പം ട്രേഡ് എടുക്കുവാണെങ്കിൽ തന്നെ ഞാൻ ഈ ഏരിയാസിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ആണ് NTPCയുടെ ബിൽഡ് ചെയ്യുന്നത്. ആൻഡ് ഞാൻ നോക്കുന്നത് ഇവിടെ നിന്ന് എത്ര പെർസെൻറ്റേജ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ്. ഒരു 7 to 10% മൂവ്മെൻറ്റിൻ്റെ പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇനി ഒരു 7 to 10% മൂവ്മെൻറ്റിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡിമാൻഡ് ഏരിയാസ് മാർക്ക് ചെയ്ത് ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തായിരിക്കും ഞാൻ ഈ ഒരു സ്റ്റോക്സിൻ്റെ ഒരു ഫ്യൂച്ചർ സമീപിക്കുന്നതെന്ന് പറയുന്നത്. പവർ സെക്ടറിൽ നിന്നുള്ള കമ്പനി ആയതുകൊണ്ട് തന്നെ ഡിമാൻഡ് കൂടാനുള്ള പോസിബിലിറ്റി ഞാനിവിടെ സ്ട്രക്ചറലിയും ആൻഡ് ഫങ്ഷണലിയും അല്ലെങ്കിൽ ഫണ്ടമെൻ്റലിയും കണ്ടതുകൊണ്ടാണ് NTPC വരുന്ന ആഴ്ചകളിലേക്ക് പഠിക്കാനായിട്ട് എടുത്തു വെച്ചത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഈ NTPC ഒന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത കമ്പനി എന്ന് പറയുന്നത് വിക്രം സോളാറാണ്. വിക്രം സോളാർ ഡൗൺ ട്രെൻഡിൽ പോകുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, വിക്രം സോളാർ നോക്കി ഒരു IPO കഴിഞ്ഞ് 400 റേഞ്ചിൽ നിന്ന് ഡൗൺ സൈഡ് വന്ന് ഇപ്പം നിലവിൽ ട്രേഡ് ചെയ്യുന്ന 192 to 180 റേഞ്ചിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കാനുള്ള കാര്യമെന്ന് പറയുന്നത്, ഒരു ഡൗൺ സൈഡ് ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഒരു ഡൗൺ സൈഡ് ട്രെൻഡ് ലൈൻ ഉണ്ട്. മാർക്കറ്റ് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം ഒന്ന് ഫോക്കസ് ചെയ്ത് ഞാൻ വിക്രം സോളാർ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ചെറിയൊരു ബേസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇനി ഈ ഒരു ഗ്യാപ്പ് ഡൗൺ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു 12% മൂവ്മെൻറ്റ് കിട്ടിയാൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ മാർക്കറ്റ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോകുമോ ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. നിങ്ങളിവിടെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അറിയാം, മാർക്കറ്റ് ഏത് ഏരിയയിൽ നിന്നാണ് 162 എന്ന് പറഞ്ഞ റേഞ്ചിൽ നിന്നും ഡിമാൻഡ് എടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പം മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ നേരിടുന്ന സോൺ എന്ന് പറയുന്നത് 190 to 180 റേഞ്ചാണ്. അപ്പം കണ്ടില്ല, മാർക്കറ്റ് ഈ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. നിങ്ങളിവിടെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക. ഡൗൺ ട്രെൻഡിലാണെങ്കിൽ പോലും വിക്രം സോളാറിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ നടക്കുന്ന സ്ഥലം 190 ആണ്. ഈ 190ലെ പ്രൈസ് ആക്ഷൻ നോക്കുമ്പോഴത്തേക്കും 190ൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ഞാൻ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടു. അപ്പോൾ നിങ്ങൾ ഒരു ലോങ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും നടക്കുന്നതായിട്ട് തോന്നില്ല. പക്ഷേ നമ്മൾ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻസ് മൈനർ റേഞ്ചിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇവിടെ എന്തൊക്കെയോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ നടക്കുന്നതായിട്ട് ഒരു ഫീൽ വന്നു. സോ ഞാൻ ഈ വാച്ച് ലിസ്റ്റിൽ എൻ്റെ വിക്രം സോളാറും കൂടെ ആഡ് ചെയ്തിട്ടു. അപ്പോൾ നിങ്ങളോട് നോക്കണേ, ചെറിയൊരു ട്രെൻഡ് ലൈന് ഞാൻ അവിടെ വരച്ചിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ചെറിയ ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുമെന്നല്ല, ബട്ട് ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കാണ് വിക്രം സോളാർ. മേ ബി എൻ്റെ ഇൻട്രാഡേ മൂവ്മെന്റ്സ് കിട്ടാൻ പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ വിക്രം സോളാർ എൻ്റെ അടുത്ത ഒരാഴ്ചത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാനായിട്ട് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളും വിക്രം സോളാർ നിങ്ങളുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടി ഇടുക. ഇവിടുത്തെ പ്രൈസ് ആക്ഷൻസ് പഠിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ള വ്യൂ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽസ് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത കമ്പനി എന്ന് പറയുന്നത് പെർസിസ്റ്റൻസ് സിസ്റ്റം ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പം IT ക്രാഷും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സോ പെർസിസ്റ്റൻസ് ഞാൻ എടുത്തു വെച്ചതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിമാൻഡ് ഏരിയയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഞാൻ ഈ കമ്പനിയെ ഞാൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ 4400 റേഞ്ചിൽ നിന്നാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഹോൾഡ് ഓൺ ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. ഇതിന് മുന്നേ 4400 റേഞ്ചിൽ വന്നപ്പോഴും മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ബൈയിങ് പ്രഷർ നേരിട്ടിട്ടുണ്ട്. സോ ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് വരുമോ എന്ന് ചോദിച്ചാൽ അല്ല, മുന്നേ ഡൗൺ സൈഡ് മൂവ്മെന്റ് വന്ന ശേഷം ഈ സ്റ്റോക്ക് അത്യാവശ്യം നല്ല മൂവ്മെന്റ് തന്നിട്ടുണ്ട്. സോ ഞാനൊരു ഏരിയ ഞാൻ മാർക്ക് ചെയ്തിട്ടു. മാർക്കറ്റ് ഇപ്പോൾ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നമുക്ക് വാച്ച് ചെയ്ത ശേഷം മാത്രം ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ എടുത്ത് ഞാൻ ട്രേഡ് ചെയ്യാനായിരിക്കും ഞാൻ തീരുമാനിക്കുക. എന്തായാലും ഞാൻ ഈ ഏരിയ 4000 എന്നുള്ള റേഞ്ച് മാർക്ക് ചെയ്തിട്ടു. അപ്പോൾ എന്താ 4000 ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റിൽ വീക്ക്നെസ് ഉണ്ടാവാൻ പോസിബിലിറ്റി ഇല്ല. 4000 ബ്രേക്ക് ചെയ്ത് താഴെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ പെർസിസ്റ്റൻസ് സിസ്റ്റത്തിന് ഒരു വീക്ക്നെസ് ഉണ്ടാവും. 4000 ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, മീൻസ് 4000 നിന്ന് താഴെ പോയി 3800 റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ഫെയിൽ ആവും. അല്ലാത്ത പക്ഷം ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഡിമാൻഡ് എടുത്ത് അപ്സൈഡ് പോകുമോ എന്നുള്ള കാര്യമായിരിക്കും ഞാൻ വാച്ച് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിന്ന് എത്ര % മൂവ്മെന്റ് ഉണ്ടാവും നമുക്ക് നോക്കാം. എന്തായാലും പെർസിസ്റ്റൻസ് വാച്ച് ലിസ്റ്റിൽ ഇടുക. 4000 എന്നുള്ള റേഞ്ച് ഈ ഒരു ആഴ്ച ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷം നമുക്ക് ഡിസിഷൻ എടുക്കാം. എന്തായാലും നിങ്ങളുടെ ഒരു പേർപ്പസ്, നിങ്ങളുടെ ഒരു വ്യൂ, പെർസിസ്റ്റൻസ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള വ്യൂ നിങ്ങൾക്ക് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇടാൻ തീരുമാനിച്ചു. ഈ ഒരു ഡിമാൻഡ് ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യോ ഇല്ല എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. ഓക്കെ, അടുത്ത കമ്പനി എന്ന് പറയുന്നത് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത് വീൽസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. വീൽസ് ഇന്ത്യയും അത്യാവശ്യം നല്ല ഒരു മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടിപ്പിക്കൽ കറക്ഷൻ ഞാൻ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല മൂവ്മെന്റ് തന്ന ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ കറക്ഷൻ നടത്തുന്ന ഒരു കമ്പനിയാണ്. സോ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും ഞാൻ ഈ കമ്പനി ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കമ്പനികളിൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഡിമാൻഡ് ഏരിയകളിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള കറക്ഷൻസ് ആണ് ഞാൻ വാച്ച് ചെയ്യുന്നത്.
കണ്ടില്ലേ, ഇതുപോലുള്ള കറക്ഷൻസ് ചില കമ്പനികൾ അപ്സൈഡ് പോകാനുള്ള ടെൻഡൻസി വലുതായിട്ട് കാണിക്കും, ബട്ട് എപ്പോഴും ഒരു പുൾ ബാക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിമാൻഡ് ഏരിയാസ് മാർക്ക് ചെയ്തിരിക്കുന്നത് 840 ആൻഡ് 930 to 950 റേഞ്ചാണ് വീൽസ് ഇന്ത്യയുടെ ഡിമാൻഡ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ സെല്ലിംഗ് പ്രഷർ നേരിടാവുന്ന പോസിബിലിറ്റി ഉള്ള സോൺസ് എന്ന് പറയുന്നത് 1070 ആണ്. കണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ സെല്ലിംഗ് പ്രഷർ നേരിടാനുള്ള പോസിബിലിറ്റി ഉണ്ട് 1070. ആൻഡ് അടുത്ത ഏരിയ എന്ന് പറയുന്നത് 1190. ഇതിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ നേടുന്ന പോസിബിലിറ്റി ഉള്ള സാധനങ്ങളാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടേക്കുന്നത്. ആൻഡ് ഡിമാൻഡ് ഏരിയാസ് ആയിട്ട് ഞാൻ 900, 935 റേഞ്ചും 841 ആൻഡ് 712 റേഞ്ച് ഇട്ടു. അപ്പോൾ ഞാനൊരു മീഡിയം ടേം വാങ്ങാനാണെങ്കിലും ഞാൻ ഈ ഒരു റേഞ്ചസിലായിരിക്കും ഫോക്കസ് ചെയ്യുക. വീൽസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി അത്യാവശ്യം നല്ല പ്രൈസ് ആക്ഷനും സ്ട്രെങ്ത്തും കാണിക്കുന്നതുകൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുകയാണ് വീൽസ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് വരുന്ന ആഴ്ചകളിൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത കമ്പനി നമ്മൾ നോക്കി വെച്ചേക്കുന്നത് സെൻറ്റം ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കമ്പനി ആയിരിക്കും. കണ്ടില്ലേ, സെൻറ്റവും അത്യാവശ്യം അഗ്രസീവ്ലി ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സിന് ഭയങ്കര പാടാണ്. മീൻസ് ലൈക്ക് ഒരുപാട് ബൈയിങ് പ്രഷർ തന്നാൽ അതിനനുസരിച്ച് പുൾ ബാക്കുകൾ തരുന്ന കമ്പനിയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെൻറ്റം ഒരുപാട് പുൾ ബാക്ക് തന്നു പോകുന്ന ഒരു കമ്പനിയായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ പുൾ ബാക്കുകളിൽ ഡിമാൻഡ് ഏരിയാസ് മാർക്ക് ചെയ്തിട്ടേക്കുകയാണ്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നത് 2500ഉം 2080, 2060 റേഞ്ചാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ഓൾ ടൈം ഹൈക്ക് സമീപം ട്രേഡ് ചെയ്യേണ്ട സെൻറ്റം ഇലക്ട്രോണിക്സ് 3000 റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ റേഞ്ച് 3000 ഇതിൻ്റെ സെല്ലിംഗ് പ്രഷർ നേടുന്ന സോൺ. അപ്പോൾ 3000 ബ്രേക്ക് ചെയ്താൽ മേ ബി ഒരു ഫ്രഷ് മൂവ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി സെൻറ്റം ഇലക്ട്രോണിക്സിലുണ്ട്. അപ്പോൾ എന്തായാലും വരുന്ന ആഴ്ചകളിൽ വാച്ച് ലിസ്റ്റിലിടുക. ഡിമാൻഡ് ഏരിയ ആയിട്ട് 2470ഉം 2000 റേഞ്ചും ഉണ്ട്. ഓക്കെ, അപ്പോൾ സെൻറ്റം ഇലക്ട്രോണിക്സ് എല്ലാവരും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അത്യാവശ്യം സ്ട്രോങ് പ്രൈസ് ആക്ഷൻ, അതായത് മാർക്കറ്റ് ക്രാഷിനിടയിലും സ്ട്രോങ് പ്രൈസ് ആക്ഷൻ സെൻറ്റം ഇലക്ട്രോണിക്സ് എന്ന കമ്പനി കാണിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഫോക്കസിൽ സെൻറ്റം ഇലക്ട്രോണിക്സ് ഫോക്കസ് ചെയ്യുക. ഓക്കെ, അടുത്ത കമ്പനി എന്ന് പറയുന്നത് നെറ്റ്വെബ് ടെക്നോളജീസ്. അത്യാവശ്യം നല്ല പ്രൈസ് ആക്ഷൻ കാണിക്കുന്നതുകൊണ്ട് നെറ്റ്വെബ് ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഈ നെറ്റ്വെബ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബേസ് ഏരിയയിൽ നിന്നും മോസ്റ്റ്ലി എത്ര പെർസെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് നോക്കി ഈ ഒരു ഏരിയയിൽ നിന്നും ഡൗൺ സൈഡ് വന്ന ശേഷം ഒരു മോസ്റ്റ്ലി 260% മൂവ്മെൻറ്റ് തന്ന ശേഷം ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ നിൽക്കുകയാണ്. കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾ ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്യുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കുക, ഇതൊരു മോസ്റ്റ്ലി 200%, 1267 റേഞ്ചിൽ നിന്നും നല്ലൊരു ബൈയിങ് പ്രഷർ 4000 റേഞ്ചിലേക്ക്, 4500, 600 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു. അതിനുശേഷമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പീരീഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഏരിയയിൽ നിന്നും മാർക്കറ്റ് അപ്സൈഡ് പോയ ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പീരീഡ്. കണ്ടില്ലേ, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ആൻഡ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യാൻ പോസിബിലിറ്റി ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചകളിൽ നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്സിനെ വ്യൂ ചെയ്യേണ്ടത്. കുറച്ച് സ്റ്റോക്സ് കുറച്ച് വീക്സ് കൺസോൾട്ടേഷൻ ചെയ്യുവാണെങ്കിൽ അതിന് മുന്നേ ഈ സ്റ്റോക്ക് എന്താണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. കണ്ടില്ലേ, അപ്പോൾ ഈ സ്റ്റോക്ക് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു ഡിമാൻഡ് ഏരിയയിലാണ്. 3000 എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്നാണ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത്. സോ അപ്പം എൻ്റെ ഒരു വ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എടുക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് 3000 ബ്രേക്ക് ചെയ്യാതെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഈ സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി സ്ട്രെങ്ത് ഉള്ള കമ്പനിയായിട്ട് ഞാൻ കണക്കാക്കും. 3000 എന്നുള്ള ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, 3000 ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഈ കമ്പനി സ്ട്രോങ് ആയിട്ട് ഞാൻ കണക്കാക്കും. ആൻഡ് ഇതൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ഞാൻ കണക്കാക്കും 3000. ഇതിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാൻ പോസിബിലിറ്റി ഉള്ള സ്ഥലം എന്ന് പറയുന്നത് 4000 റേഞ്ചാണ്. ഓക്കെ, അപ്പം ഈ ഒരു 2 സോണ് നിങ്ങൾ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡിങ് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, 3000, 4000 ഇതിൻ്റെ സെല്ലിംഗ് പ്രഷർ നേരിടാൻ പോകുന്ന സ്ഥലം 4000 ആൻഡ് ഇതിൻ്റെ ഡിമാൻഡ് ഏരിയ 3000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വെബ് വീക്ക്നെസ് ആവും. ആൻഡ് അങ്ങനെ 3000 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു ഡിമാൻഡ് ഏരിയയിലേക്ക് ഈ സ്റ്റോക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് 2300, 2400 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് പോകും. സിമ്പിൾ ലോജിക്കാണ് ഞാൻ ഇതിൽ പറഞ്ഞേക്കുന്നത്. ഇത്രയും കാര്യം, 3000 ഡിമാൻഡ്, 4000 സെല്ലിംഗ് പ്രഷർ ആൻഡ് 3000 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് വീക്ക്നെസ് വരും. സിമ്പിൾ. ഓക്കെ, ഇപ്പോൾ നെറ്റ്വർക്ക് ടെക്നോളജീസ് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക, പഠിക്കാനും ശ്രമിക്കാം. ഓക്കെ, അടുത്ത കമ്പനി എന്ന് പറയുന്നത് CCL പ്രൊഡക്ട്സ് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ആൻഡ് സിമ്പിളാണ്. ഓൾ ടൈം ഹൈയിൽ നിന്ന് അടുത്ത ഒരു ഫ്രഷ് മൂവ്മെൻറ്റിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് CCL പ്രൊഡക്ട്സ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് എങ്ങനെയായിരുന്നു നമുക്കറിയാം. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ സ്റ്റോക്ക് മോസ്റ്റ്ലി 10% മൂവ്മെൻ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് തന്നുകൊണ്ടിരുന്നത്. കണ്ടില്ലേ, ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, താഴെ വരുന്നു. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, താഴെ വരുന്നു. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, താഴെ വരുന്നു. ആൻഡ് മാർക്കറ്റ് 1084 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്തു. ഒരു പുതിയ ഏരിയയിൽ ഒരു പുതിയ സപ്ലൈ സോൺ ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ആ സപ്ലൈ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്.
അപ്പം ഇനി തിങ്കളാഴ്ച എന്താ നടക്കാൻ സാധ്യത എന്ന് ചോദിച്ചാൽ മേ ബി ഈ സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളെ സ്റ്റോപ്പ് ലോസ് അണ്ട് ചെയ്ത് താഴെ വന്ന ശേഷം വീണ്ടും അപ് സൈഡ് പോകാനുള്ള പോസിബിലിറ്റി ആണുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും 900 റേഞ്ചാണ് എനിക്കൊരു ഫേവറേറ്റ് റേഞ്ച്. ഒരു പുൾ ബാക്ക് വരുവാണെങ്കിൽ 910 ഇടാം. 910 റേഞ്ച് അത്യാവശ്യം നല്ലൊരു റേഞ്ചാണ്. ആൻഡ് ഈ ഒരു ഏരിയ 980 റേഞ്ച്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കൊക്കെ പുൾ ബാക്ക് വരുമോ ഇല്ലെന്നാണ് ഞാൻ നോക്കുന്നത്. അല്ലാതെ കംഫർട്ടബിൾ അല്ല ഞാൻ. കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വളരെ മോശമായിട്ട് തന്നെ ഇങ്ങനത്തെ ബ്രേക്ക് ഔട്ടുകൾ എടുക്കുന്നതുകൊണ്ട് ഞാൻ കംഫർട്ടല്ല. ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള പ്രൈസ് ആക്ഷൻ ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പുൾ ബാക്ക് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളിൽ CCI Products Indiaയിൽ ഞാൻ കണ്ടിന്യൂ ആയിട്ട് നോക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്ത കമ്പനി എന്ന് പറഞ്ഞാൽ ഞാൻ ട്രേഡ് എടുത്ത് പ്രോഫിറ്റിലായ കമ്പനിയാണ് ഓറോബിന്ദോ ഫാർമ. ഓറോബിന്ദോ ഫാർമ എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്രൈസ് ആക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. മൈന്യൂട്ടായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓറോബിന്ദോ ഫാർമ കറക്റ്റ് ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓറോബിന്ദോ ഫാർമ എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടുത്തെ മാത്രം വ്യൂ നോക്കി ഓറോബിന്ദോ ഫാർമയുടെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് ആൻഡ് പുൾ ബാക്ക് ആൻഡ് റീടെസ്റ്റ് ക്യാൻഡിൽ. അപ്പോൾ ഇതിന്റെ വീക്ക്നെസ് ഞാൻ കാണുന്നത് 1175 റേഞ്ച്. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഓറോബിന്ദോ ഫാർമ വീക്ക്നെസ് ഞാൻ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടിന്യൂ ചെയ്യുക. ഇതിൽ എന്താണ് ഓറോബിന്ദോ ഫാർമ കാണിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു സപ്ലൈ റേഞ്ച് വരുന്നത് 1300 റേഞ്ചിൽ ഒരു സപ്ലൈ റേഞ്ച് വരാൻ സാധ്യതയുണ്ട്. 1350 റേഞ്ചിൽ ഒരു സപ്ലൈ റേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത്രയും കമ്പനികളാണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് കാണാതെ ഇതൊക്കെ ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. ഇതിന്റെ പ്രൈസ് ആക്ഷൻസും മൂവ്മെന്റ്സും അടുത്തൊരു 2-3 ആഴ്ച എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നതെന്നുള്ള കാര്യം പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വയം ഡെവലപ്പ് ആവാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ നമുക്ക് മെസ്സേജ് ചെയ്യാം. എല്ലാവർക്കും ഞാൻ കഴിയുന്ന പോലെ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.